റൊണാൾഡേ 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 ഇതെന്തോന്നത്? മണി 4:30 കഴിഞ്ഞു. ഇതെന്തോന്ന് ഉറക്കം ഇത്? എന്നിട്ട് ഇതുവരെ ചായം പലരും വന്നില്ലല്ലോ. അതെന്തില്ല പെണ്ണ? ചായയൊക്കെ തരാം. അതെ റൊണാൾഡേ, എന്താണ് നിന്റെ പരിപാടികൾ? ജംഗ്ഷനിൽ വരെ ഇറങ്ങണം. നമ്മുടെ ടീം അവിടെ ഒരു പാർട്ടി സെറ്റ് ഉണ്ട്. പോയി മണാന്ന് 2 അടിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നാണ്. ഭാവി പരിപാടി എന്നാൽ ക്ലീറ്റമച്ചമ്പെ നോക്കി കണ്ടു പഠിച്ച് മാതൃകയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. നീ എന്നിട്ട് എന്ത് മാതൃകയാണ് നീ കാണിക്കണേ? നീ ഇവിടെ നീ ശരീരമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനും ജോലി നോക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഞാൻ നാളെ ശരീരമാണെങ്കിൽ റേഷൻ കടയിൽ പോയല്ലോ. എടാ ഞാനും കനകളിയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുടുംബത്തെ നോക്കണുണ്ട്, കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരണുണ്ട്. നീ അങ്ങനെയാണോ? നീ എന്ന് ഇവിടെ വന്ന് ഇങ്ങനെ നാട്ടുകാരുടെ ഞങ്ങളുടെയൊക്കെ ചെലവിൽ നിന്നാൽ മതിയാ? ക്ലീറ്റമച്ചമ്മയും കനകമച്ചമ്മയുടെ സകല സമയം അടിയും മഴക്കുക ഞാൻ അറിഞ്ഞ്. നിങ്ങൾ ഉണ്ടാക്കുന്ന 1% വിഷയം ഞാൻ അവിടെ ഉണ്ടാക്കുന്നില്ലല്ലോ. എടേ ഞങ്ങളെ അളിയന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ 1-2 പറഞ്ഞാൽ ഞങ്ങൾ മിണ്ടിയും പിണങ്ങിയിരിക്കും. ഞങ്ങൾ ഉള്ളിൽ വേറെ ഒന്നുമില്ല. അതുപോലെ അതിവിടെ പുറത്ത് നാട്ടുകാരെ അത് ഞങ്ങൾ അറിയിക്കണില്ല. അത് ഞങ്ങൾ വീട്ടിനകത്ത് ഒതുക്കും. അതൊന്നും അച്ചാച്ചന് തിരക്കണ്ട. അച്ചാച്ചൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പോലും നോക്കണില്ലല്ലോ. ഞാൻ അന്യനായില്ലേ? അപ്പൊ ഞാൻ ബുദ്ധിമുട്ടായി. ഞാൻ ഇവിടെ നിന്ന് പോണം. അച്ചാച്ചന് നല്ലതിന് വേണ്ടിയാ ഞങ്ങൾ പറയണത്. എന്തോ നല്ലത്? എന്ത്? എടാ ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കണ്ടെത്തണം. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ തിന്നുക ഉറങ്ങുക ഇത് മാത്രമേ നടക്കണുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ചും കിടന്നിട്ട് എന്താ? ഇതിപ്പോ കുഞ്ഞമ്മച്ചി ഞങ്ങളുടെ അടുത്താ ചോദിക്കണത്. ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് അവന് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? പറഞ്ഞു വരുന്നത് നിങ്ങൾ മച്ചമ്പികളും പെങ്ങന്മാരും മാത്രം ഇവിടെ താമസിച്ചാൽ മതി എന്നല്ലേ? ഞാൻ പോയേക്കാം. ഞാൻ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. നീ ഇങ്ങനെ പറയുന്നത്. എടാ നീ കാര്യങ്ങൾ പറയണ രീതിയിൽ മനസ്സിലാക്ക്. അച്ചാച്ചന് നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ പറയുന്നത്. എടാ നിനക്കിവിടെ ഞങ്ങൾ സമയത്ത് ആഹാരം തരണുണ്ട്, കുടിക്കാനെല്ലാം തരണം, തിന്നാനുണ്ട്. നിനക്ക് ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നീ 10 പൈസ സമ്പാദിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരണ്ടേ? മുത്തിന് കൈമടക്ക കൊടുക്കുന്നുണ്ടല്ലോ സ്കൂളിൽ. പോയി ഞാൻ കമ്പോളത്തെ ഇറങ്ങുമ്പോ ഒരു പക്കടിക്കാൻ 100 എടുത്ത് എന്റെ കയ്യിൽ തന്നു. അതാണ് നീ മുത്തന്റെ മോള്. നീ ഞാനുമായിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നീ എന്നെ പോലെ ഒരു പ്രായപൂർത്തിയായുള്ള ഒരാളാണ്. നീ കുടുംബം പോറ്റാനൊക്കെ ആവേണ്ട ഒരാളാണ്. മുത്തിനാണ് എന്നെയാണ് മച്ചമ്പി ആദ്യമേ കണ്ടത്. ഇതിനി എന്തായാലും നടക്കൂല. എന്തെങ്കിലും ജോലി നോക്കി പറ്റൂല. ഉഴപ്പ് ഇവിടെ നിൽക്കാന്നുള്ള കാര്യം നടക്കൂല. എവിടെ പോണു? പോകാൻ വേണ്ടിട്ടാണോ ഞങ്ങൾ പറഞ്ഞത്? നന്നാവാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞത്? എടാ പറയണ കേക്ക്. ഞങ്ങൾ പറയണ നീ ഒന്ന് മനസ്സിലാക്ക്. നിന്റെ അടുത്ത് എന്താ പറഞ്ഞ അത് മനസ്സിലാക്ക്. ഇറങ്ങി പോണെന്ന് പറഞ്ഞ ഏത് പൊട്ടനും മനസ്സിലാവത്തില്ല. ഞാൻ ചോറൊക്കെയാ കഴിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. ഇറങ്ങി പോവാനാണോ അച്ചാച്ച പറഞ്ഞത്? കുറച്ചുകൂടെ ഉത്തരവാദിത്തം വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഒന്ന് അറിയുമ്പോ തന്നെ കനകമച്ചമ്മ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അടിച്ചിറക്കി. ഇപ്പൊ ക്ലീറ്റമച്ചമ്മ കൂടെ പറഞ്ഞു നീ നന്നാവാൻ വേണ്ടിട്ടോ നന്നാവാൻ വേണ്ടിട്ടല്ലേ പറയണത്. പോകാനല്ലല്ലോ പറഞ്ഞത്. അവിടെ നിൽക്ക.